സവാള എങ്ങനെ വിലക്ക? നാരങ്ങ? ഇഞ്ചിയാ? ആ, സവാള ഒരു 3 കിലോ എടുക്കാവോ? സവാള നല്ല സവാളയാണോ? നല്ല സവാള 3 കിലോ 100 അല്ലേ? നാരങ്ങ നാടൻ നാരങ്ങയാണോ? കച്ചവടമൊക്കെ എങ്ങനെ ഉണ്ട് ഓണമായിട്ട്? കുഴപ്പമില്ലല്ലേ? ആ ഹാ ഹാ. എടാ വീടെവിടാ? ഞാൻ പുള്ളിമാൻ വടക്കോട്ട് പോകണം. ആണല്ലേ? ഫോൺ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആവും. പെട്ടെന്നുണ്ട് എന്താ അറിയോ? ഗൂഗിൾ പേ ഉണ്ടോ? ഇല്ലല്ല. ഗൂഗിൾ പേ ഇല്ലേ? ഇല്ല. കൈ പൈസ എടുത്തില്ല. എത്ര ഉണ്ട്? 3 കിലോ 100 അല്ലേ? ഇത് എവിടെ നിന്ന് എടുക്കുന്നത്? സവാളയൊക്കെ എടുക്കുന്ന എവിടുന്നാ? കായംകുളം. കാല് ഞാൻ ശ്രദ്ധിച്ചു. എന്ത് കാലം തെറ്റിയത്? അത് ഈച്ച കടിച്ച് സർജറി ചെയ്തേ. ഹോസ്പിറ്റലിൽ നിന്ന് കാണിച്ചില്ലേ? ഹോസ്പിറ്റലിൽ കാണിച്ച് സർജറി ചെയ്തേ. ഗവൺമെന്റ് ആശുപത്രി. എന്നിട്ട് അവിടെ കുറവില്ലാത്തതുകൊണ്ട് ആയുർവേദ ചികിത്സയ്ക്ക്. ആണല്ലേ? അത് ചെയ്തപ്പോൾ വണ്ടി കൊണ്ട് കാലി തട്ടി. ഓഹോ. വേറെ മുറിവായി. ഇപ്പോൾ ട്രീറ്റ്മെന്റ് വല്ലതും ചെയ്യുന്നുണ്ടോ? ട്രീറ്റ്മെന്റ് ഇനിയിപ്പോൾ തുടങ്ങും. നമ്പർ ഞാൻ ഗൂഗിൾ പേ തന്നാൽ മതിയോ? പൈസ മതിയോ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ഒരു 5 മിനിറ്റ് ഇവിടെ വയ്ക്കാം. ഞാൻ ATM പോയി പൈസ എടുത്തിട്ടുണ്ട്. 5 മിനിറ്റ് ഞാൻ പൈസ ആയിട്ട് വരാം. ഓക്കെ? ആയിക്ക പൈസ പോലും മേടിക്കാൻ നമുക്കൊന്ന് സവാളയാണ്. അപ്പോൾ പുള്ളിക്ക് നമ്മളൊരു സ്പെഷ്യൽ ഗിഫ്റ്റും ഒരു ഓണ സമ്മാനം കൊടുക്കാം. ഒരു ഓണ സമ്മാനം തരാൻ വേണ്ടി ഞാൻ വന്നേ. അല്ല ഹാപ്പിയായോ? അതുകൊണ്ടൊക്കെ സവാളയുടെ എത്ര രൂപ വരുന്നത്? 100 രൂപ. അല്ലല്ല, 500 ഉണ്ട്. ബാക്കി 400 ഒക്കെ വെച്ചോ. വേണ്ട. സന്തോഷമായോ? ഈ കാലിന് എന്ത് പറ്റിയെന്നൊക്കെ പറഞ്ഞേ? ഇത് തന്നെ സർജറി ആണല്ലേ? ഇത് വേറെ രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ഇക്ക നോക്കിയിട്ടുണ്ടായിരുന്നോ? ഞാൻ നോക്കട്ടെ, എന്നെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്തു തരാം. ഞാനിക്ക ഇങ്ങനെ വണ്ടി വന്നപ്പോഴാണ് ഇക്കടെ ഈ കാല് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. നമ്പർ എന്ന് പറഞ്ഞേ? 96 55. ഇക്കയുടെ പേരെന്തായിരുന്നു? ആസാദ്. ഞാൻ ഇക്കായെ വിളിക്കാം.